പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ സഹകരണ സംഘങ്ങളിൽ നിന്ന് 3000 കോടി രൂപ വായ്പയെടുക്കുന്നു. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൺസോർഷ്യം കമ്പനി മുഖേന പണം സ്വരൂപിക്കാൻ സർക്കാർ 2 തവണ ശ്രമം നടത്തിയിരുന്നു. 9.1% പലിശക്കാണ് സഹകരണ സംഘങ്ങളിൽ നിന്ന് കൺസോർഷ്യം വഴി പണം സ്വരൂപിക്കുന്നത്. ഈ മാസം 1600 രൂപയ്ക്ക് പകരം 3200 രൂപയാണ് എത്തിച്ചേരുക. ക്രിസ്മസ്, പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ തുക ഒരുമിച്ച് നൽകുകയാണ്. എല്ലാ മാസവും അവസാനം ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ്. നവംബർ അവസാനം ലഭിക്കേണ്ട തുക ഗുണഭോക്താക്കൾക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. നവംബർ 6-നാണ് ഏറ്റവും ഒടുവിൽ പെൻഷൻ വിതരണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ തുക കൂടി ചേർത്ത് 3200 രൂപ വിതരണം ചെയ്യുകയാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള 62 ലക്ഷത്തോളം ആളുകൾക്ക് ഈ സഹായം എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ വീടുകളിലെത്തിയുള്ള പരിശോധന ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പ്രവേശിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിരവധി പേർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവും. ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഓരോ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി 900 കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയാണ്. അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ തുകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അനർഹമായി ആളുകൾ തുക കൈപ്പറ്റുന്നത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മറ്റുള്ള വീടുകളിലും പരിശോധന ആരംഭിക്കാനിരിക്കുന്നത്. ഇതിൽ പ്രധാനം ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധനയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2000 ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ, AC ഉള്ളവർ, വാഹനമുള്ളവർ, ഇത്തരം കുടുംബങ്ങളിലുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും. ഇതോടൊപ്പം തന്നെ ഇനി മുതൽ ഓരോ 60 വയസ്സ് കഴിഞ്ഞവരും വാർദ്ധക്യകാല പെൻഷന് അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.